നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അവയവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. ഹൃദയം, അതിൻ്റെ പ്രധാന ധർമ്മം അത് 24 മണിക്കൂറും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. നാം ഉണർവിലാണെങ്കിലും ഉറക്കിലാണെങ്കിലും നാം ഏത് വേളയിലാണെങ്കിലും 24 മണിക്കൂർ നമ്മുടെ ശരീരത്തിൽ അതിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നാമൊക്കെ ഇന്ന് നിലനിൽക്കുന്നത്. അതിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് തന്നെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മുടെ രക്തം സർക്കുലേഷൻ ചെയ്യുക, പ്രവഹിപ്പിക്കുക, എത്തിക്കുക എന്നതാണ് പ്രധാനമായ ഒരു ധർമ്മം. അത് ഒരു ഇടതടവില്ലാതെ നാം നമ്മുടെ ഒരു തരത്തിലുള്ള ശ്രദ്ധയോ അല്ലെങ്കിൽ നമ്മുടെ സഹായമോ ഒന്നുമില്ലാതെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഇല്ലാതെ തന്നെ ഏതവസ്ഥയിലും ശരീരത്തിൽ അതിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ ഹൃദയത്തെ നാം ഒന്ന് മനസ്സിലാക്കണം. അപ്പോഴേ ഹൃദയത്തിന് വരുന്ന പ്രതിസന്ധിയും ഹൃദയത്തിന് നിവാരണം ചെയ്യാൻ നമുക്ക് എന്തൊക്കെ സാധിക്കുമെന്നും നാം അത് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നും നമുക്ക് ബോധ്യമുണ്ടാവുകയുള്ളൂ. ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അത്രയും ധർമ്മം ചെയ്യുന്ന ഒന്നാണ്. മാത്രമല്ല, ഹൃദയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയാൽ മാത്രമാണ് നിലനിർത്താൻ നമുക്ക് അതിന് പ്രചോദനമാവുക. ഹൃദയത്തിന്റെ ഒരു തൂക്കം, ഒരു ശരാശരി ഹൃദയത്തിന്റെ തൂക്കം പുരുഷന്മാരിലാണെങ്കിൽ 280 ഗ്രാം മുതൽ 340 ഗ്രാം വരെ വരാം. സ്ത്രീകൾക്കാണെങ്കിൽ ഒരു 230 ഗ്രാം മുതൽ 280 ഗ്രാം വരെയും അതിന്റെ തൂക്കം വരാം. ഇവിടെ ആളുകളുടെ വലുപ്പത്തിനനുസരിച്ചും ആരോഗ്യ സ്ഥിതിക്കനുസരിച്ചും ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. എങ്കിലും സാധാരണ നിലക്കുള്ള ഒരു തൂക്കം, അതിന്റെ ഭാരം, അതിന്റെ വെയിറ്റ് അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത് 24 മണിക്കൂർ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു എൻജിൻ തകരാറിലായാൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ബാധിക്കും. അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിച്ചു നിർത്തുക എന്നത്, സംരക്ഷിച്ചു നിർത്തുക എന്നത് വലിയ ഒരു ബാധ്യതയാണ്. എങ്ങനെ ബാധ്യത? നമ്മുടെ കടമയാണ്. മാത്രമല്ല, ഇന്ന് നാം എങ്ങനെയാണ് നമ്മൾ സ്വയം ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. നാം ഇന്ന് പുറത്തേക്ക് വരുമ്പോൾ ദശലക്ഷക്കണക്കിന് ബാക്ടീരിയകളും വൈറസുമുള്ള അന്തരീക്ഷത്തിലേക്ക് നാം ഇറങ്ങുമ്പോൾ അതിനെയൊക്കെ അതിൻ്റെ പ്രതിരോധ ശേഷി കൊണ്ടാണ് നാം നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാരണവശാലും ലക്ഷക്കണക്കിന് വൈറസും ബാക്ടീരിയയും ഉള്ള അന്തരീക്ഷത്തിലൂടെ യാത്ര ചെയ്തോ മറ്റോ തിരിച്ചെത്തുമ്പോൾ യാതൊരു തരത്തിലും പ്രയാസങ്ങളില്ലാതെ നമ്മുടെ എല്ലാ അവയവങ്ങളും അതുപോലെ നിൽക്കുന്നത് നമുക്ക് ഉണ്ടാകുന്ന പ്രതിരോധ ശേഷി എന്ന ഒരു കഴിവ് കൊണ്ടാണ്. അതിന് തകരാറിലാകുന്ന പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം എന്നല്ല എല്ലാ ഭാഗങ്ങളിലേക്കും അത് പ്രശ്നമാകും. അതുകൊണ്ട് സാധാരണ നിലക്ക് എന്ത് പ്രശ്നമാണ്, എന്തൊക്കെയാണ് ഹൃദയത്തിന് ബാധിക്കുന്ന കാരണങ്ങൾ, എന്തൊക്കെ ഘടകങ്ങളാണ് ഒരു ഹൃദയത്തിന് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചെറിയ തോതിൽ നോക്കാം. ഒന്നാമത്തത് സ്ട്രെസ്, നല്ല സമ്മർദ്ദം, മാനസികമായ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നമ്മുടെ ഹൃദയത്തെ ബാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അത് ജീവിത ശൈലിയെ ബാധിക്കും. അതുപോലെ ലാക്ക് ഓഫ് എക്സർസൈസ്, നമ്മുടെ വ്യായാമത്തിന്റെ അഭാവം, വ്യായാമം വളരെ കുറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ്. ഇതൊക്കെ നമ്മുടെ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു പോകും. അതുപോലെ പാരമ്പര്യമായിട്ട് പ്രയാസങ്ങളുടെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതും പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ഡയറ്റുകൾ, നമ്മുടെ ഭക്ഷണ രീതികൾ എന്ന് വേണ്ട, ഇതൊക്കെ പ്രതിരോധ ശേഷികളെ നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, ഈ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു പോകുമ്പോൾ ശരീരത്തിന് പല പ്രയാസങ്ങളും ഉണ്ടാകുന്നു, ഹൃദയത്തിന് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഹൃദയത്തിന് എന്തെല്ലാം കാര്യങ്ങളാണ്, ഹൃദയത്തിന് പ്രധാനമായി ഹൃദയത്തെ 5 കാര്യങ്ങൾ സംരക്ഷിച്ച് നമ്മൾ 5 കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വേണ്ടതുപോലെ ഉണ്ടെങ്കിൽ തന്നെയാണ് ആരോഗ്യം നിലനിൽക്കുക ഹൃദയത്തിന്. ഒന്നാമത്തത് നല്ല സ്ട്രോങ് മസിൽ, ഹൃദയത്തിന്റെ മസിലുകൾ നല്ല ശക്തമായിരിക്കുക എന്നതാണ്. ഹൃദയത്തിന്റെ മസിലുകൾ ശക്തമായിരിക്കുക, അത് ഓരോന്നും വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു 5 കാര്യങ്ങൾ നോക്കുക. ഒന്ന് സ്ട്രോങ് മസിൽ, രണ്ടാമത്തെ രക്തക്കുഴലുകളിൽ തടസ്സമില്ലാതിരിക്കുക എന്ന,
അവർ ആദ്യം മസിലുകൾ ക്ഷീണിക്കും, രണ്ടാമത്തെ കുഴലുകളിൽ തടസ്സമില്ലാതിരിക്കും. അത് ഇല്ലാതിരിക്കലാണ് നമുക്ക് വേണ്ടത്. പിന്നെയോ നല്ല സ്ട്രോങ് മസിൽ ഉള്ളതുപോലെ തന്നെ നല്ല ശക്തി പേശികൾ സ്ട്രോങ് ആയതുപോലെ മൂന്നാമത്താണ് സ്ട്രോങ് ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞാൽ ശക്തമായ രക്തക്കുഴൽ. നമ്മുടെ ആ രക്തക്കുഴലുകളൊക്കെ നല്ല ശക്തമായിരിക്കണം. നാലാമത്തത് പ്രോപ്പർ സർക്കുലേഷൻ ഓഫ് ബ്ലഡ്. നമ്മുടെ ബ്ലഡിന്റെ രക്തചംക്രമണം, രക്തം നന്നായി ഒഴുകാൻ കഴിയണം. ശരീരത്തിൽ തടസ്സങ്ങളില്ലാതെ രക്തം നന്നായി ഒഴുകാൻ കഴിയുക എന്നതാണ്. മറ്റൊന്ന് നോ ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുകൾ തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കുക. നീർക്കെട്ട് വരും, അതിലൊക്കെ സംഭവിക്കും. ഇങ്ങനെ പ്രധാനമായി 5 കാരണങ്ങൾ കൊണ്ട് ഹൃദയത്തിന് അനാരോഗ്യം സംഭവിച്ചേക്കാം. അതിലാദ്യമായി നാം പറഞ്ഞത് നല്ല സ്ട്രോങ് മസിൽസ് വേണമെന്ന, ആരോഗ്യമുള്ള മസിൽ വേണമെന്ന. അതെന്താണ്? ഹൃദയത്തിന്റെ ആരോഗ്യ മസിലാണ്. അത് ഇവിടെ നാം ഹാർട്ടായി പറയുമ്പോൾ ഹൃദയത്തിന് നല്ല മസിലുകൾ ഉണ്ടാവണം. അതിനെന്താ വേണ്ടത്? മതിയായ രക്തവിതരണം ഉണ്ടാവുക, വിതരണം അഥവാ സർക്കുലേഷൻ നന്നായി നടക്കുക. അതുപോലെ രക്തക്കുഴലിൽ ഒരു തടസ്സം ഉണ്ടാവാതിരിക്കുക. അതുപോലെ നമ്മുടെ മസിൽ ടോൺ ശക്തിപ്പെടുത്താനുള്ള കാർഡിയോടോണിക് പ്രവർത്തനം, നമ്മുടെ മസിൽ ടോൺ ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു എന്നുള്ള ആ ഒരു ശബ്ദം, ആ ശബ്ദത്തോടുകൂടി ആ മസിൽ ടോൺ ഒക്കെ നല്ല ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ അവിടെ ആ രക്തക്കുഴലുകളിൽ തന്നെ യാതൊരു തടസ്സങ്ങളും ഇല്ലാതിരിക്കണം. ഇങ്ങനെ എല്ലാ നിരക്കും രക്തക്കുഴലുകളും മസിലുകളൊക്കെ നന്നായി ഒഴുകുമ്പോൾ മാത്രമാണ് നന്നായിട്ട് അതിന് ഒരു ശക്തി വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ഹൃദയത്തിന്റെ പേശികളിൽ മാത്രമല്ല രക്തക്കുഴലുകളിലും വെസൽസിലും നമുക്ക് നല്ല ഇത് വേണം. അത് എങ്ങനെയാണ്? കൊഴുപ്പ് രൂപപ്പെട്ടു പോകും. നമ്മുടെ ശരീരത്തിൽ പൊതുവെ ഭക്ഷണ പദാർത്ഥത്തിന്റെ ചില സാന്നിധ്യം കൊണ്ട് കൊഴുപ്പ് രൂപപ്പെട്ടു പോകും. അതില്ലാതെ സംരക്ഷിക്കണം. കൊളസ്ട്രോൾ കുറക്കുക എന്ന്, കൊളസ്ട്രോൾ കുറക്കലാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെയോ അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിന്റെ സ്വഭാവം കാരണം പൊതുവെ ഇന്ത്യക്കാരുടെ രക്തക്കുഴലൊക്കെ ചെറുതാണെന്നാണ് പറയുന്നത്. മറ്റുള്ള രാഷ്ട്രങ്ങളിലുള്ള ഇതെല്ലാം നമ്മുടെ ഒരു സ്ഥിതി വെച്ച് വളരെ കുറഞ്ഞതാ. അത് കൊണ്ട് തന്നെ ഹൃദയത്തിന് വലിയ ഹാനികരണം വരുന്നത് നമുക്കാണ് കൂടുതൽ. ഇന്ന് ലോകാടിസ്ഥാനത്തിൽ തന്നെ ചിന്തിച്ചാൽ ഹൃദയത്തിന് ഏറ്റവും തകരാറുള്ളത് നമുക്കാണ്, നമ്മുടെ ആളുകൾക്കാണ്. കാരണം നമ്മുടെ ശാരീരിക അന്തരീക്ഷവും അതുപോലെ തന്നെയാണ് നമ്മുടെ ഭക്ഷണ രീതിയും എല്ലാം കൂടി ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത് ഇന്ത്യക്കാരായ നമുക്കാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. അതുപോലെ തന്നെയാണ് രക്തക്കുഴലുകള്, അതുപോലെ നമ്മുടെ ഈ രക്തഭിത്തികളുടെ അതിന്റെ എന്താ പറയാ ഒരു എലാസ്റ്റികത, ഒരു പ്രോപ്പറായിട്ട് രക്തം ഒഴുകാനുള്ള ഒരു അവസ്ഥ, ഇതൊക്കെ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ട്. അതുകൊണ്ട് അതിലൊക്കെ ആ കുഴലുകൾക്ക് ഉള്ള കാഠിന്യങ്ങൾ, അതിന്റെ ശക്തമായ ഒരു തടസ്സങ്ങളൊക്കെ നാം മാറ്റിയെടുക്കണം. അതിന്റെ ചില മാറ്റങ്ങൾ എങ്ങനെയാണ് നമുക്ക് അത് അനുഭവപ്പെടുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ, ഹൃദയത്തിൽ എത്ര കണ്ട് അത് പ്രോപ്പറായിട്ട് ആ രക്തക്കുഴലിൽ നടക്കുന്നു എന്ന് നമുക്ക് അറിയണം. അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അബദ്ധങ്ങളും അപാകതകളും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ അങ്ങനെയുള്ള ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യത വർദ്ധിക്കുന്നു എന്നതാണ് പഠനം പറയുന്നത്. പിന്നെ മറ്റൊന്നാണ് രക്തചംക്രമണത്തിന് അഥവാ ബ്ലഡ് സർക്കുലേഷന് പ്രോപ്പറായി നടക്കുന്നത് കുറെ രക്തക്കുഴലുകൾ ഉണ്ട്. ആ രക്തക്കുഴലുകളിലൊക്കെ കൊഴുപ്പ് വന്നും തടസ്സം വന്നും നീർക്കെട്ട് വന്നുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു അപാകതകളിലേക്ക് എത്തുന്നത്. അതിന് കണ്ട് കാര്യമായിട്ട് ചില രക്തക്കുഴലുകളുണ്ട്, അതിനൊക്കെ നീർക്കെട്ട് വന്നു പോവുകയാണ് എന്നാണ് പഠനം മനസ്സിലാക്കുന്നത്. ഹൃദയത്തിന്റെ പേശികളിൽ വീക്കം വരിക, അതുപോലെ തന്നെ ഹൃദയത്തിന് ചുറ്റുമുള്ള ആ ടിഷ്യൂകൾക്ക്, ആ കോശങ്ങൾക്ക് വീക്കം വരിക, അതുപോലെ അറകളുടെ പാളികൾക്കൊക്കെ വീക്കം വരിക. ഇങ്ങനെ വന്നുകൊണ്ട് ഇതിന് പ്രധാനമായ ഈ കുഴലുകൾക്കൊക്കെ പ്രയാസങ്ങൾ, നീർക്കെട്ടുകൾ വന്നുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തിന് പ്രവർത്തിക്കാൻ നല്ല സപ്പോർട്ട് ഇതുകൊണ്ട് വേണം. ഇങ്ങനെ വരുമ്പോൾ
ഇതൊക്കെയാണ് പൊതുവെ ഹൃദയത്തിന് സംഭവിച്ചു പോകുന്നത്. ഇങ്ങനെയുണ്ടെങ്കിൽ, ഇതൊന്നും കുറച്ചു മുമ്പ് ഇതിലേറെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നാം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ നമുക്ക് ഹൃദയത്തിന്റെ പ്രശ്നങ്ങളുണ്ടോ? അവിടെയാണ് നമ്മുടെ കാര്യം നടക്കുന്നത്. ഇതൊക്കെ ഒരു ചുരുക്കിയ രൂപത്തിൽ പറഞ്ഞു പോവാണ്, എന്തൊക്കെ തടസ്സങ്ങളാണ് സാധാരണ വരിക എന്നുള്ളത്. നമുക്ക് പ്രശ്നങ്ങളുണ്ടോ? ഇവിടെയാണ് നമ്മുടെ ഹൃദയം സുരക്ഷിതമാണോ? എനിക്ക് എൻ്റെ ഹൃദയത്തിന് എന്തെങ്കിലും രോഗം വന്നിട്ടുണ്ടോ, വരാൻ സാധ്യതയുണ്ടോ? ആ ഹൃദയത്തിന് പ്രതിരോധ ശേഷിയൊക്കെ നഷ്ടപ്പെടുന്നുണ്ടോ? ബ്ലഡിന്റെ സർക്കുലേഷൻ നന്നായി നടത്താൻ എൻ്റെ ഹൃദയം പര്യാപ്തമാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സ്വയം ചില പരിശോധനകൾ. എന്താണ്? ഒന്നാമത്തത്, ശ്വാസം മുട്ടുന്നുണ്ടോ, ശ്വാസ തടസ്സം സംഭവിക്കുന്നുണ്ടോ? അപ്പൊ നാം സ്വയം ആരോഗ്യമുണ്ടോ എന്ന്, ഹൃദയം നമ്മുടെ ആരോഗ്യകരമാണോ എന്ന് പരിശോധിക്കുന്നതിന് പ്രധാനമായിട്ട് ഒന്ന് നോക്കൽ ഒന്നാമത്തെ കാര്യമാണ് ശ്വാസം മുട്ടൽ സംഭവിക്കുന്നുണ്ടോ. രണ്ടാമത്തത് നെഞ്ചുവേദന, ഏത് സമയത്തും നെഞ്ചിന് വല്ലാത്ത വേദന സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക. മറ്റൊന്ന്, നമുക്ക് ഒരു ഓക്കാനം, ഛർദി എന്നൊക്കെ പറയും, ഇടക്കിടക്ക് ഇങ്ങനെ ഛർദിക്കാൻ വരുന്നത് പോലെ, ഓക്കാനിക്കാൻ വരുന്നത് പോലെയൊക്കെ വരുന്നുണ്ടോ? അതുപോലെ വല്ലാത്ത തരത്തിലുള്ള ഉത്കണ്ഠ, അതുപോലെ വിയർക്കുക, തലകറക്കം, ഇങ്ങനെയൊക്കെ ഇടക്കിടക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഹൃദയ സംബന്ധമായി എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ വരുമ്പോൾ ഈ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ചില വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുക എന്നതാണ്. നമുക്കൊരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഈ പ്രൊഡക്റ്റിൽ ചില ഔഷധങ്ങളുണ്ട്, ഹെർബലുണ്ട്. അത് ഏതാണെന്ന് മനസ്സിലാക്കുക. അതിന് ഏറ്റവും ഉത്തമമായ ഒരു പരിഹാരമാണ് നമ്മുടെ വെൽ ഹാർട്ട് എന്ന ഒരു ഉൽപ്പന്നം. വെൽ ഹാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ അക്ഷരങ്ങൾ ശ്രദ്ധിച്ചേക്കാം. പുതിയ ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഹാർട്ട് എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത്, HART. എന്താണ് ഹാർട്ട്? അവിടെ വെൽ ഹാർട്ടാണ്, അല്ലാതെ ഹൃദയം എന്നുള്ള HEART അല്ല. സ്പെല്ലിങ് തെറ്റിയതും അല്ല. ഹാർട്ട് എന്ന് അവിടെ വെൽ ഹാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് എന്ന് പറഞ്ഞ അർത്ഥം മാന്, പെൺമാനല്ല, ആൺമാൻ. എന്താണ് മാനിന്റെ പ്രത്യേകത? മാന് ഏത് സമയവും സദാ കുതിക്കാൻ, ഓടാൻ നല്ല ഊർജ്ജസ്വലതയുള്ള ഒരു മൃഗമാണ്. ഈ മാനിനെ പോലെ ഏത് സമയവും 24 മണിക്കൂറും നന്നായി ആരോഗ്യത്തോടു കൂടി ഓടാനും ചാടാനും പ്രവർത്തിക്കാനും സന്നദ്ധമാവുക എന്നതാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പേര് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ എല്ലാ നിരക്കും അത് സംരക്ഷിക്കുന്നു. അതിലുള്ള ചില ഉൽപ്പന്നങ്ങൾ, ഹെർബ്, ഔഷധ വീര്യമുള്ള ഔഷധ ചെടികൾ എന്താണ്? നീർമരുത്, പുഷ്കരമൂലം, ശതാവരി, ചിറ്റാമൃത്, അതുപോലെ ഉണക്കമുന്തിരി, ഉലുവ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് അതിൽ ചേർന്നിട്ടുള്ളത്. ഈ പ്രധാനമായി ചേർന്ന ഈ ഔഷധങ്ങളെ സംബന്ധിച്ച് ചെറിയ തോതിൽ നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് സംഭവിക്കുന്ന ചില വിഷയങ്ങളൊക്കെ നീക്കാനും സുസ്ഥിരമായി ബ്ലഡ് സർക്കുലേഷൻ നടക്കാനും ഒക്കെ സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ നീർമരുത്. അതിന് നമ്മള് ഹൃദയത്തിനുള്ള കൊഴുപ്പ്, ഹൃദയത്തിന്റെ മിടിപ്പുകൾ, ഹൃദയത്തിന്റെ ആ ഒരു ബീറ്റ് അത് ക്രമീകരിക്കാനും മാത്രമല്ല പ്രമേഹത്തെ നിയന്ത്രിക്കാനും പറ്റും. അപ്പോ പ്രമേഹ രോഗികൾ, ഷുഗർ ഉള്ള ആളുകൾക്ക് പോലും ഈ വെൽ ഹാർട്ട് എന്ന ഉൽപ്പന്നം വളരെ ഉപകാരപ്പെടുന്നു. അവർക്കും കഴിക്കാവുന്നതാണ്. പ്രമേഹം നിയന്ത്രിക്കാൻ വല്ലാതെ സഹായിക്കും. കാരണം അതിൽ നീർമരുത് എന്ന ഹെർബൽ അതിൽ ചേർന്നിട്ടുണ്ട് എന്ന്. പിന്നെ പുഷ്കരമൂലം, അതൊരു മുല്ല പോലത്തെയാണ്. അത് പലതരത്തിലുള്ള മുല്ലകളുള്ള പോലെ ആ ഒരു അത് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ, ഹൃദയത്തിന് നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ഔഷധമാണ്, ഔഷധ വീര്യമുള്ള ഒരു ഹെർബലാണ്. രണ്ടാമത് ശതാവരി. ശതാവരി ഏതായാലും നമുക്ക് ഒരുപാട് ആളുകൾക്കൊക്കെ ശതാവരിയെ കുറിച്ച് നന്നായി അറിയുന്നവരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശതാവരി പൊതുവെ ശതാവരിയുടെ അത് രക്തസമ്മർദ്ദം എന്ത് ചെയ്യുക, കുറക്കുക, നമ്മുടെ BP കുറക്കാൻ പറ്റും. അപ്പൊ പ്രഷറിന്റെ ആളുകൾക്ക് പോലും ഇത് ഈ വെൽ ഹാർട്ട് ഉപയോഗിക്കാം. അപ്പൊ ഷുഗർ ഉണ്ടെങ്കിലും പ്രഷർ ഉണ്ടെങ്കിലും അവർക്ക് പോലും ഗുണകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് പൊതുവെ ഷുഗർ നിയന്ത്രിക്കാനും അതുപോലെ നമ്മുടെ ചീത്ത കൊളസ്ട്രോളുകളൊക്കെ, മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ കൊളസ്ട്രോൾ കുറക്കുക എന്നതാണ് വെൽ ഹാർട്ടിന്റെ ധർമ്മം തന്നെ. വെൽ ഹാർട്ടിന്റെ മെയിൻ ആയിട്ടുള്ള ധർമ്മം
കൊളസ്ട്രോൾ കുറക്കുക എന്നതാണ്. ഈ കൊളസ്ട്രോളിന്റെ അളവുകളൊക്കെ ഉണ്ട്. ആ അളവ് കൂടിയാൽ അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോവുക എന്നതാണ് വെൽഹാർട്ടിന്റെ പ്രധാനമായ ധർമ്മമെങ്കിലും പ്രമേഹം നിയന്ത്രിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനൊക്കെ ഈ ശതാവരി ഉള്ളതോടുകൂടി, പുഷ്കരമൂലമുള്ളതുകൂടെ, നീർമരുതുള്ളതോടുകൂടി നടക്കും. പിന്നെ ചിറ്റാമൃത്, ഈ സാധനങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ്. ഇതുള്ള ആളുകൾ യൂട്യൂബിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തുകൊണ്ട് കണ്ടെത്തണം. ചിറ്റാമൃത് എന്ന് പറഞ്ഞാൽ 1-ാം നമ്പർ ഇമ്മ്യൂണിറ്റി പവർ നൽകുന്ന ഒന്നാണ്. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ. രോഗപ്രതിരോധ ശേഷിയാണ് നമ്മെ ഇന്ന് പിടിച്ചു നിർത്തുന്നത്. അല്ലാതെ ഒരു കാരണവശാലും രോഗപ്രതിരോധ ശേഷി ഇല്ലാതെ മരുന്ന് കഴിച്ചിട്ടോ മറ്റെന്തെങ്കിലും ചികിത്സ നടത്തിയിട്ടോ ഒന്നും കാര്യമില്ല. അപ്പൊ നാം കഴിക്കുന്ന ഭക്ഷണമാണ് രോഗപ്രതിരോധ ശേഷി. അതിൽ ഏറ്റവും സൂപ്പർ ഫുഡുകളാണ് നമ്മുടെ ഉൽപ്പന്നം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ ചിറ്റാമൃത് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നു. അതോടുകൂടി തന്നെ രക്തശുദ്ധീകരണം നടക്കും. നമ്മുടെ ക്ലീനായി രക്തത്തിലുള്ള വിഷാംശങ്ങളൊക്കെ പുറന്തള്ളി രക്തം വളരെ ക്ലിയർ ആക്കുന്നു. ഇതാണ് ചിറ്റാമൃതിന്റെ ഒരു ഏറ്റവും പ്രധാനമായ ഘടകം. അതുപോലെ ഉണക്കമുന്തിരി അതിലുണ്ട്. ഉണക്കമുന്തിരി എന്ന ഹൃദയത്തിന്റെ ആ ഒരു മിടിപ്പ്, ഹൃദയത്തിന്റെ ബീറ്റ്, അത് വളരെയധികം നിയന്ത്രിക്കുന്നു. കാരണം അത് അമിതമായി ഒരു സെക്കൻഡിൽ ഇത്ര അടിക്കുക, ഒരു മിനിറ്റിൽ ഇത്ര അടിക്കുക എന്നൊക്കെ ഉണ്ട്. ഒരു മിനിറ്റിൽ ഏകദേശം ആരോഗ്യമുള്ള ഒരാൾ 60 മുതൽ 80 വരെയൊക്കെ അടിക്കുമ്പോൾ ഒരു ദിവസം തന്നെ 84,000 മുതൽ 1,00,000-ലധികം പ്രാവശ്യം ഒരു ദിവസം നമ്മുടെ ഹൃദയം ഇങ്ങനെ സദാസമയം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഒന്ന് നിയന്ത്രിച്ചു നിർത്താനും ഒരു നിയന്ത്രണത്തിലേക്ക് വരാൻ നമ്മുടെ ഉണക്കമുന്തിരി എന്ന് പറയുന്ന അമൂല്യമായ വസ്തു അത് വളരെയധികം സ്വാധീനം ചെലുത്തുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അതിൽ ചേരുന്ന ഒന്നാണ് ഉലുവ. ഈ ഉലുവ എന്നത് തന്നെ ഒരു ദിവസം മാത്രം പഠിക്കാൻ മാത്രമുള്ള വിഷയങ്ങൾ ഉലുവയിലുണ്ട്. അത് ഒരുപാട് കാര്യങ്ങൾക്ക് പറ്റും. ഒന്നാമത്തത് മൂത്രാശയ രോഗങ്ങൾക്ക് ഉലുവ വളരെ പ്രധാനമാണ്. അപ്പൊ നമ്മുടെ വെൽഹാർട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക, എന്തെല്ലാം കാര്യങ്ങളിലേക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്. വെറും ഒരു ഹാർട്ടിന്റെ വിഷയം മാത്രമാണോ? മൂത്രാശയ രോഗം തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഘടകമാണ് ഉലുവ എന്ന് പറയുന്നത്. അതുപോലെ ഇതിന്റെ മെയിൻ വെൽഹാർട്ട് എന്ന് പറഞ്ഞത് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനാണെന്ന് നേരത്തെ പറഞ്ഞു. അത് കൊഴുപ്പിനെ അലിയിച്ചു കളയുകയും അമിതവണ്ണം നിയന്ത്രിക്കുകയും. ചില ആളുകൾ ഉണ്ടാവും അമിതവണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്നത്. അമിതവണ്ണം നിയന്ത്രിക്കാനും ഉലുവ ഏറ്റവും നല്ല ഘടകമാണ്. അതിന്റെ ഉലുവയുടെ ഏറ്റവും സത്തയാണ് നമ്മുടെ ഈ ഉൽപ്പന്നത്തിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുതന്നെ മാത്രമല്ല, ഷുഗർ നിയന്ത്രിക്കാനും ഉലുവ പര്യാപ്തമാണ്. അത് വിഷാംശങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ രക്തത്തിലൊക്കെ ഉള്ള വിഷങ്ങളെ പുറത്തു തള്ളാനും ഉലുവ സഹായകമാണ്. അപ്പൊ ചുരുക്കത്തിൽ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വെൽഹാർട്ട് എന്ന ഒരൊറ്റ സാധനം എന്തെല്ലാം കാര്യങ്ങളാണ് ഒന്നിച്ച് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. പ്രമേഹം നിയന്ത്രിക്കുന്നു, അതുപോലെ നമ്മുടെ കൊഴുപ്പിനെ അഥവാ കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നു, മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കാണുന്നു, അമിതവണ്ണം കുറക്കുന്നു, അതേപോലെ നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ നിയന്ത്രിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് വെൽഹാർട്ടിന് സത്യത്തിൽ നമ്മളെല്ലാവരും കൊഴുപ്പിനെ നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ കുറക്കാനും എന്ന് നമ്മൾ പറഞ്ഞാലും അതിന് സപ്പോർട്ടായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കുകയും അതോടുകൂടി തന്നെ ഇതൊന്നും ഹൃദയ സംബന്ധമായ വലിയ രോഗങ്ങൾക്ക് കൊടുക്കുന്ന മരുന്നുകളല്ല എന്ന് നാം തിരിച്ചറിയുകയും വേണം. പ്രത്യേകിച്ച് നാം തിരിച്ചറിയേണ്ടതും, ചില ആളുകൾ അബദ്ധത്തിലെങ്കിലും ഹൃദയത്തിനൊക്കെ ഉള്ളതാണ് അല്ലെങ്കിൽ പേസ് മേക്കർ വെച്ച് പിടിപ്പിക്കപ്പെട്ട വലിയ രോഗികൾക്ക് കൊടുക്കുന്ന മരുന്നുകളാണ് എന്നതല്ല പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത്. വലിയ വിഷമത്തിലെത്തിയ രോഗികളെ തേടിപ്പോവേണ്ടതല്ല. ആരോഗ്യമുള്ളവർക്ക് ആരോഗ്യം നിലനിർത്താനും രോഗങ്ങളിലേക്ക് എത്തിപ്പെടാതെ രോഗങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് രോഗിയാവാതെ ആരോഗ്യത്തോടുകൂടി ജീവിക്കാനും ഉതകുന്ന മരുന്നിന്റെ ഫലം ചെയ്യുന്ന ഔഷധവീര്യമുള്ള അതിസമ്പന്ന പുഷ്ടിയുള്ള നല്ല ഒരു തരത്തിലുള്ള സൂപ്പർ ഫുഡാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകളും. ഏതുപോലെ പല ക്ലാസ്സുകളിലും പറയുന്നത് പോലെ
സാധാരണ നാം ചുക്ക് കാപ്പി മരുന്നാണെന്ന് പറയാറില്ല, എന്നാൽ ഏറ്റവും നല്ല മരുന്നാണ് ചുക്ക് കാപ്പി എന്ന് ഒരു പനിയുള്ള ആളുകൾ അനുഭവിച്ചവരുണ്ടാവും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന സൂപ്പർ ഫുഡാണ്, ഉൽപ്പന്നമാണ്. അതല്ലാതെ പക്ക മരുന്നല്ല, മരുന്ന് കച്ചവടമല്ല നമ്മുടെ കയ്യിലുള്ളത്. എല്ലാവർക്കും എല്ലാ സമയത്തും ഉപകരിക്കാൻ പറ്റുന്നതാണെന്ന് തിരിച്ചറിയുന്നതോടുകൂടി ചില ആളുകൾ ചോദിക്കാറുണ്ട് ഇതും അതും, അതേപോലെ ചില 5-6 ഉൽപ്പന്നങ്ങൾ ഒന്നിച്ചു കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ. ചിലത് ചില സമയത്ത് പറ്റുന്നില്ല എങ്കിലും ഇത് നമ്മുടെ പ്രൊഡക്റ്റ് ഉള്ളത് പലതും ഒന്നിച്ചു കഴിച്ചാൽ ഏറ്റവും ഗുണം എന്നല്ലാതെ യാതൊരു തകരാറുകളും ഇല്ല. ഏതുപോലെ പലതരം കൂട്ടാനുകൾ എടുത്തുകൊണ്ട് കിച്ചടിയും പച്ചടിയും പൊരിച്ചോ എല്ലാതും കൂട്ടി സദ്യ കഴിക്കുന്നത് പോലെ എല്ലാതും കൂട്ടി കഴിക്കുന്ന ഒരു പ്രതീതി മാത്രമാണ്, യാതൊരു കുഴപ്പവും ഇല്ല. പിന്നെ മരുന്ന് കഴിക്കുന്ന ആളുകൾ, സ്ഥിരമായി രോഗികളുള്ള വലിയ രോഗികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമോ ഒക്കെ നാം അതിനെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം വെൽഹാർട്ടിനെ കുറിച്ച് ഈ ഹ്രസ്വമായ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അതോടുകൂടി മറ്റൊരു പ്രൊഡക്റ്റ് ലിവർ എന്ന് പറയുന്ന ലിവറുമായി ബന്ധപ്പെട്ടതൊന്ന് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയം ചുരുക്കാം. ലിവർ, അത് നമുക്കൊക്കെ അറിയാം, അത് നമ്മുടെ ശരീരത്തിന്റെ വളരെ ഉള്ളിലുള്ള നേരത്തെ ഹൃദയം പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ലിവർ അഥവാ കരള് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ, ഏകദേശം 1.5 കിലോത്തോളം തൂക്കം വരുന്ന ഉള്ളിലുള്ള ഏറ്റവും വലിയ ഒരു അവയവമാണ് ലിവർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും വലിയൊരു അവയവം ഉള്ളിലുള്ളത് ലിവറാണ്. ലിവറിന്റെ പ്രവർത്തനം ചെറുതൊന്നുമല്ല. ഏകദേശം 500ഓളം പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നു എന്നാണ് പഠനം പറയുന്നത്. 500ഓളം പ്രവർത്തനം എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിവർ. നമ്മുടെ ശരീരത്തിന്റെ ഒരു മെയിൻ ഗേറ്റ് ആണ് നാം കഴിക്കുന്ന ഭക്ഷണം. നമ്മളൊന്ന് ആലോചിക്കുക, ഒരു നിമിഷം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ മൂല്യം എത്രയാണെന്ന് നമ്മൾ വിലയിരുത്തിയാൽ അതിന് എന്ത് വില കൊടുത്തും ഈ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങും. കാരണം നാം കഴിക്കുന്ന ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം നമ്മൾ ഒരു പുറത്തേക്ക് വെക്കുകയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു കാറ്റത്തോ വെയിലത്തോ ഒക്കെ ഒന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ 24 മണിക്കൂർ കഴിഞ്ഞാൽ പോലും അത് ദഹിക്കുകയോ അല്ലെങ്കിൽ അത് മറ്റൊരു രൂപത്തിലേക്കൊന്നും മാറുന്നില്ല. എന്നാൽ നാം കഴിക്കുന്ന ഭക്ഷണം, ഏത് തരം ഭക്ഷണമാണെങ്കിലും മത്സ്യവും മാംസവും പച്ചക്കറിയും ലായനിയുടെ രൂപത്തിലും ഏതുള്ളതാണെങ്കിലും അതിന്റെ പോഷകങ്ങളെ വലിച്ചെടുത്ത് ആവശ്യമുള്ളതിനെ വലിച്ചെടുത്ത് അത് നമ്മുടെ പ്രോട്ടീനുകളും കൊഴുപ്പുകളും ഒക്കെ ആക്കി നല്ലതാക്കി മാറ്റി രക്തത്തിൽ അത് വരികയും നമുക്ക് ആവശ്യമില്ലാത്തത് കഫമായും മൂത്രമായും മലമായും ഒക്കെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്യുന്ന അതിമഹത്തമായ വലിയൊരു പ്രോസസ് നമ്മളെ ശരീരത്തിൽ നടക്കുന്നത്. അതിന് നമ്മൾ സാധാരണ ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങളെ മനസ്സിലാക്കുമ്പോൾ മെറ്റബോളിസം എന്ന് പറയാറുണ്ട്. എന്താണ് ഈ മെറ്റബോളിസം? ചില ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. അത് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ദഹനവും ആ ദഹനം ചെയ്തിട്ടുള്ള ഭക്ഷണത്തിന്റെ നല്ല അംശം ബാക്കിയുള്ള അവയവങ്ങളിലേക്ക് ഊർജത്തിന് വേണ്ടി കൊടുക്കുകയും അതല്ലാത്തവ മുഴുവനും വലിച്ചെടുത്ത് മലമായും വിയർപ്പായും കഫമായും പുറന്തള്ളുന്ന വലിയ ഒരു പ്രോസസ്സിനെയാണ് ചുരുക്കത്തിൽ മെറ്റബോളിസം എന്ന് പറയുന്നത്. അഥവാ നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ദഹിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ എത്രമാത്രം ശുദ്ധീകരിച്ചുകൊണ്ടാണ് അത് നിർത്തുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക, ഈ ലിവറിനെ സംരക്ഷിക്കൽ നമ്മുടെ ബാധ്യതയല്ലേ? തീർച്ചയായിട്ടും ബാധ്യതയാണ്. നമ്മുടെ അവയവങ്ങളിലുള്ള രാജാവ് എന്നാണ് അതിന് പറയാ. ലിവറിനെ സംബന്ധിച്ച് ദി കിങ് ഓഫ് ഓർഗൻസ്, നമ്മുടെ അവയവങ്ങളിലുള്ള രാജാവ് എന്നാണ്. അതിന് വല്ലതും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ അത് നമുക്ക് വലിയ ക്ഷീണം ചെയ്യും. അതുകൊണ്ട് ആ ലിവർ പ്രധാനപ്പെട്ട ഒരു അവയവമായി നാം കണക്കാക്കുന്നതോടുകൂടി തന്നെ അതിന്റെ പ്രവർത്തനമൊന്നും നമുക്ക് നിർത്തിവെക്കാൻ പറ്റുന്ന ഒന്നല്ല. അത് ഭക്ഷണത്തെ വിഘടിപ്പിക്കുക എന്നത് തന്നെയാണ് അതിന്റെ പ്രധാന ധർമ്മം. ഭക്ഷണം വിഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അഥവാ ആ ഭക്ഷണ പദാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഊർജങ്ങൾ വലിച്ചെടുക്കുകയും ആവശ്യമില്ലാത്തതിനെ പുറന്തള്ളുകയും ചെയ്ത് വലിയ ഒരു പ്രോസസ് ശരീരത്തിലേക്ക് കൊടുക്കുന്ന ആ ഒരു പ്രക്രിയ നടത്തുക എന്നതാണ് ലിവറിന്റെ ഏറ്റവും വലിയ ധർമ്മം എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല ഇതിന് കൊഴുപ്പിനെ വിഘടിപ്പിച്ച് നല്ല വേണ്ടുന്ന എൻസൈമുകളൊക്കെ കൊടുക്കുന്നതും
ഈ ലിവറാണ്. ഇതിനെയാണ് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതിനെ തകരാറുകളിൽ ആക്കുന്ന അതുപോലെ മദ്യം, സിഗരറ്റ് ഇങ്ങനെയുള്ളവയ്ക്ക് നമ്മൾ ഇത് ചെയ്യണം, നിയന്ത്രിക്കുകയും വേണം. അതല്ലാതെ ഈ ലിവർ സംരക്ഷിക്കപ്പെടണം എന്നും പറഞ്ഞ് നമ്മുടെ ലിവറിനെ സംരക്ഷിക്കുന്നതോടുകൂടി ലിവറിന് തകരാറ് സംഭവിക്കുന്ന എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അത് എന്താണ്? ഏറ്റവും അതിന് തകരാറിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. ലിവറിന് നേരത്തെ ഹൃദയത്തിന് കോട്ടം പറ്റുന്ന ചില കാര്യങ്ങളുള്ളതുപോലെ ലിവറിന് പ്രശ്നം ഉണ്ടാക്കുന്ന ചില കാര്യം എന്താണ്? ഒന്നാമത്തതായി ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ്. ഈ ഫാസ്റ്റ് ഫുഡുകളിൽ അമിതമായ അല്ലെങ്കിൽ വിഷലിപ്തമായ എണ്ണകളും അതുപോലെ കളറുകളൊക്കെ ചേർത്തത് കൊണ്ട് അതിന് ആ ഫാസ്റ്റ് ഫുഡ് കാരണം നമ്മുടെ ലിവറിന് വല്ലാതെ തകരാറ് വരും. അതുകൊണ്ട് ലിവറിന് തകരാറുണ്ടാക്കുന്ന മെയിൻ ഘടകങ്ങളിൽ ഒന്നാമത്തത് ഫാസ്റ്റ് ഫുഡ്. രണ്ടാമത്തതാണ് നമ്മുടെ മലിനമായ ജലം എന്ന് പറയുന്നത്, വെള്ളം. ശുദ്ധീകരിച്ച വെള്ളമല്ലാത്തത് മലിനമായ ജലം, വെള്ളം ഉണ്ടാകുക, കുടിക്കുക എന്നത് ലിവറിന് തകരാറുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെയും ലിവറിന് അധികം നേരത്തെ പറഞ്ഞ സ്ട്രെസ്, മാനസിക സമ്മർദ്ദം. ഇവിടെ മാനസികമായ സമ്മർദ്ദം, സ്ട്രെസ് വരിക എന്നത് നമ്മുടെ ഹൃദയത്തിന്, ലിവറിന്, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിന് എല്ലാം ബാധിക്കുന്ന ഒന്നാണ്. ചുരുക്കി പറഞ്ഞാൽ മാനസിക പ്രയാസങ്ങളുള്ള ആളുകൾ ഇല്ലാത്തവർ ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല. സാമ്പത്തികമായ പ്രശ്നങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ എന്ന് തുടങ്ങിയിട്ട് സമ്മർദ്ദം, ഒരു സ്ട്രെസ് ഇല്ലാത്ത ആളുകൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. എത്ര സാമ്പത്തിക ശേഷിയും സൗകര്യമുണ്ടെങ്കിലോ ചിലപ്പോൾ മക്കളുടെ കാര്യത്തിൽ, കുടുംബത്തിന്റെ പ്രശ്നത്തിൽ, ബിസിനസിന്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ കഠിനമായ മാനസിക സമ്മർദ്ദത്തിലോടുകൂടിയാണ് പോകുന്നത്. അതും നമ്മുടെ ലിവറിന് തകരാറുണ്ടാക്കാൻ സാധിക്കും. പൊതുവെ സ്ട്രെസ്സിനെ സംബന്ധിച്ച് പറയാം, പാദം മുതൽ ശിരസ് വരെ തളർത്തി കിടത്താൻ പര്യാപ്തമാണ് സ്ട്രെസ് എന്ന. അപ്പൊ അധിക മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ, അപ്പൊ അതുകൊണ്ട് ഇടയ്ക്ക് ഒരു കാര്യം പറയുന്നു, നാം ഏത് പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ, ഒരു പനിയാണെങ്കിൽ പോലും കൂട്ടത്തിൽ നമ്മുടെ ഫൈസ്ട്രെസ്സും ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്ന് നാം ഇതിനോട് കൂട്ടി പറയുന്നു. മറ്റൊന്ന് ഇംപ്രോപ്പറായ ഡൈജഷൻ ആണ്, അഥവാ തെറ്റായ ദഹനം. കൃത്യമായ ദഹനം കണ്ടീഷൻ അല്ലെങ്കിൽ, അതുകൊണ്ട് നമ്മുടെ ലിവറിനുള്ള പ്രശ്നങ്ങൾ വരുന്നതിന്റെ ഒന്നാണ് കൃത്യമായ ദഹനം നടക്കുന്നില്ലെങ്കിൽ, ഡൈജഷൻ നടക്കുന്നില്ലെങ്കിൽ അത് ലിവറിനെ ബാധിക്കും, ലിവറിനെ ബാധിച്ചിട്ടുണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കാം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ലിവർ പെട്ടെന്ന് കേടുവരുന്ന ഒന്നാണ് പുകവലിയും മദ്യപാനവും. അത് വിശദീകരിക്കേണ്ട ഒരു കാര്യവും ഇല്ല, അത് എല്ലാവർക്കും നന്നായി മനസ്സിലാകുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് അങ്ങനെ വരുമ്പോ നമ്മൾ കരളിന് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത്? എന്ത് കാര്യങ്ങളാണ് നമ്മൾ ലിവറിന് പ്രശ്നം വന്ന നമുക്കുള്ള മാറ്റങ്ങൾ? അപ്പൊ ലിവറിന് തകരാറുണ്ടാകുന്ന കാര്യങ്ങൾ മലിനമായ ജലമാണ്, ഫാസ്റ്റ് ഫുഡാണ്, മാനസിക സമ്മർദ്ദങ്ങളാണ്, തെറ്റായ ദഹന രീതിയാണ്, മദ്യപാനമാണ്, പുകവലിയാണെന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ലിവറിന് പ്രശ്നങ്ങൾ ബാധിക്കും. എന്നാൽ പ്രശ്നങ്ങൾ ബാധിച്ചാലുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ കാരണങ്ങളൊക്കെ ബാധിക്കുമെങ്കിൽ അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്കതെങ്ങനെ മനസ്സിലാക്കാം? ശ്രദ്ധിച്ചുള്ള ഒന്നാമത്തത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓക്കാനവും ഛർദിയും മനംപരട്ടല് അസ്വസ്ഥതകളൊക്കെ നിറയാൻ തുടങ്ങിയാൽ മനസ്സിലാക്കാം ലിവറിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. അതുപോലെ തന്നെയാണ് വിശപ്പില്ല, തീരെ വിശപ്പില്ല, ഒരു ഭക്ഷണമൊന്നും ആവശ്യമില്ല, ഒന്നിനോട് താല്പര്യമില്ലെങ്കിൽ ലിവറിന് എവിടേക്കോ തകരാറുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ മറ്റൊന്നാണ് നമ്മളെ സ്റ്റൂൾ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ മലത്തിന് മാറ്റം വരിക, മലത്തിന്റെ നിറം മാറുക, മലം ഒരു വേണ്ടതുപോലെ അല്ലാത്ത രൂപത്തിൽ മലത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വരിക എന്നതും ലിവറിനുള്ള ചില പ്രശ്നങ്ങളാണ്. അതുപോലെ നാം സാധാരണ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്, സ്കിൻ പ്രോബ്ലം, ചൊറിച്ചില്. ചില ആളുകളൊക്കെ പറയാറുണ്ട് ശരീരം അവിടെ ഇവിടെയൊക്കെ ചൊറിയാണ്, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഈ ചൊറിച്ചിലിന് അത് ലിവറിന് ചില തകരാറ് വന്നതുകൊണ്ടാണെന്നാ പഠനം പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രോബ്ലം
ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ആ ചൊറിച്ചിലിന് ഒരു കാരണം നമ്മുടെ ലിവറിന് ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ കരളിന്റെ ഒരുപാട് ഗുണങ്ങൾ കരളിന് ഉള്ള അതിലും പ്രധാനമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഹെർബലുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചെറിയ രൂപത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാ ചേരുവകളും നമുക്ക് ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. കറ്റമരി, ചിക്കരി, അതുപോലെ കയ്യോന്നി, കാട്ടുരോഹിണി, കിഴാർനെല്ലി, കടുക്ക, തഴുതാമ, നിലവേപ്പ് തുടങ്ങിയിട്ട് കണിക്കൊന്ന എന്ന് തുടങ്ങി മണിത്തക്കാളി വരെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എത്രമാത്രം ലിവറിന് സംരക്ഷണം കൊടുക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് അതിനെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ്. അത് ചെറിയ കുട്ടികളാണെങ്കിൽ 8 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ചെറിയ കുട്ടികൾക്ക് 8 വയസ്സിനോ മറ്റുള്ള 5 വയസ്സിനോ 6 വയസ്സിനോ കൊടുക്കാൻ പറ്റില്ല എന്നല്ല, അളവ് ചുരുക്കി കൊടുക്കുന്നത് കൊണ്ട് വിരോധമില്ല. പക്ഷെ നമ്മളെ കമ്പനി പറയുന്നത് ഒരു സ്പൂൺ വീതം അത് 2 നേരം കഴിക്കുക, ചെറിയ കുട്ടികൾക്ക് 8 വയസ്സിന് മീതെയുള്ള കുട്ടികൾക്ക് കൊടുക്കുക എന്നതൊക്കെയാണ് നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർക്കൊക്കെ നമ്മൾ കൊടുക്കാമെന്നാണ്. ലിവഗെയിൻ സാധാരണ ആർക്കൊക്കെ കൊടുക്കണം എന്നും കൊടുക്കാൻ പാടില്ല എന്നും നമ്മൾ മനസ്സിലാക്കണം. ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? പൊതുവെ ഗ്യാസ് പ്രോബ്ലം ഉള്ള ആളുകൾക്ക് ശുപാർശ ചെയ്യാൻ പറ്റും. അപ്പൊ എപ്പോഴും നമ്മൾ നോക്കേണ്ടത്, നമുക്ക് എപ്പോഴും ഒരു ചോദ്യം വേണ്ടത്, ഇപ്പൊ ഉദാഹരണം ലിവഗെയിൻ ആണെങ്കിൽ നാം പഠിക്കേണ്ടത് വോണ്ട് ടു റെക്കമെൻഡ്, ആർക്കാണ് ഇത് റെക്കമെൻഡ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ എപ്പോഴും ഏത് ഉൽപ്പന്നത്തെ സംബന്ധിച്ചു മനസ്സിലാക്കും. അതുപോലെ തന്നെ റെക്കമെൻഡ് ചെയ്യാൻ പാടില്ലാത്തത് ആർക്കാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊതുവിൽ ലിവഗെയിൻ എന്ന് പറയുന്ന ഉൽപ്പന്നം കൊടുക്കേണ്ടത് ഗ്യാസ് പ്രോബ്ലം ഉള്ള ആളുകൾക്ക്, അതുപോലെ ദഹനക്കേട്, നേരത്തെ പറഞ്ഞ ഡൈജഷൻ കൃത്യമല്ലാത്ത ആളുകൾക്ക് കൊടുക്കാം. അതുപോലെ തികട്ടുക എന്ന് പറയുന്നത് തേട്ടിങ്ങനെ വരിക, ഭക്ഷണം കഴിച്ചാൽ ഒരു പൊളിച്ചത് കെട്ടലൊക്കെ നമ്മൾ സാധാരണ ലോക്കൽ ഭാഷയിൽ പറയും, അവർക്ക് കൊടുക്കാം. അതുപോലെ ഏത് സമയം തളർച്ചയും ക്ഷീണവും, ചില ആളുകൾക്ക് തളർച്ചയും ക്ഷീണമൊക്കെ വരികയാണ് ഭയങ്കരമായിട്ടാണ്, അതിന് അങ്ങനെയുള്ള ആളുകൾക്ക് ലിവഗെയിൻ കൊടുക്കാം. ക്ഷീണുണ്ടോ? അന്നാ നിങ്ങൾ ക്ഷീണം ഉണ്ടെങ്കിൽ കവചപ്രാശം കഴിച്ചോളൂ. കവചപ്രാശം കഴിക്കാൻ പറ്റൂല എന്നല്ല പറഞ്ഞത്. പക്ഷെ ഒരു ലിവഗെയിൻ കുടിച്ചാൽ തന്നെ, ലിവഗെയിൻ സ്ഥിരമായി ഉപയോഗിച്ചാൽ തന്നെ ആ വലിയ തരത്തിലുള്ള ക്ഷീണവും മന്ദതയും തളർച്ചയും ഒക്കെ പോകും. അതുപോലെ വയറിങ്ങനെ വീർത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, വിശപ്പില്ല എന്ന് പറയുന്നവർക്ക് ഒരു വിശപ്പില്ല, ഒന്നിനും പറ്റില്ല, ഒന്നും കഴിക്കാൻ ഭക്ഷണം ഒന്നും വേണ്ട, വിശപ്പേ ഇല്ല, രാവിലെ എന്തേലും കഴിച്ചാൽ പിന്നെ വൈകുന്നേരം എന്തേലും കഴിക്കും, ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകൾക്കും വിശപ്പ് കമ്മിയുള്ള ആളുകൾക്കും ഇത് നാം നിർദ്ദേശിക്കാം എന്ന് മനസ്സിലാക്കുക. പിന്നെ വല്ലാത്ത തരത്തിൽ ആർക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്താണ്? പിന്നെ വയറിന് വളരെയധികം അൾസർ ബാധിച്ച് വയറിന് വലിയ തകരാറുകളുണ്ട് എന്നൊക്കെയുള്ള വലിയ രോഗികളെത്തിയ ആളുകൾക്ക് രോഗത്തിനുള്ള ഒരു രോഗം മാറ്റിയെടുക്കാനുള്ള ഒരു മരുന്നാണ് എന്ന് ആരും കരുതേണ്ടതില്ല. അങ്ങനെയുള്ളതല്ല എന്ന് നാം തിരിച്ചറിയുക. ഇതൊക്കെയാണ് ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് ഹാർട്ടിനെ കുറിച്ചും ലിവറിനെ കുറിച്ചും ഒക്കെ മനസ്സിലാകേണ്ടത്. ഒരു അർത്ഥത്തിൽ ലിവറും അതുപോലെ ഹാർട്ടും ഇതൊക്കെ പ്രവർത്തനം കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഒന്നിനോട് എപ്പോഴും റിലേറ്റഡ് ആണ്. ഒരു അവയവവും നമുക്ക് വെറുതെയല്ല, എല്ലാത്തിനെയും സംരക്ഷിച്ച്, ഏതുപോലെ നമ്മുടെ സ്കിൻ പ്രോബ്ലം വരെ സംഭവിച്ചേക്കാം ലിവറിനും ഹാർട്ടിനൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ. ദഹനം കൃത്യമായി നടന്നില്ല എങ്കിൽ നമ്മുടെ ചൊറിച്ചിൽ വന്നേക്കാം. എന്നാൽ ലിവറിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ലിവർ ചെയ്യുന്ന ധർമ്മങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. അതുകൊണ്ട് സാധാരണ ഉപയോഗിക്കുന്ന വില കൂടുതൽ അല്ലെങ്കിൽ മറ്റ് ആക്ഷേപങ്ങളൊന്നും ആവശ്യമില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ഈ ലിവറും ഹൃദയങ്ങളും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഒരു തോത് നാം വെച്ച് നോക്കുമ്പോൾ, അതുപോലെ നമ്മുടെ മൂല്യമുള്ള ഈ പ്രൊഡക്റ്റുകളുടെ അതിൽ ചേർന്നിട്ടുള്ള ഹെർബലിന്റെ മൂല്യം നാം നോക്കുമ്പോൾ ഒന്നിനും വലിയ വിലയില്ല എന്ന് മാത്രമല്ല, വളരെ തുച്ഛമായ വിലയാണ് എന്ന് നാം തിരിച്ചറിയുക. ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റേഷൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ അത് വളരെ നന്നായിരിക്കും. നമ്മുടെ ശരീരത്തിന്റെയും നമ്മുടെ കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും വീട്ടിലും നാം സമീപിക്കുന്നവർക്കുമൊക്കെ അത് ആരോഗ്യപരമായി നല്ല മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ജയ് ഹിന്ദ്, ജയ് മൈ ഡേ.